എൻ്റെ ആങ്ങളുടെ വളർത്തുമോളാ, ദത്തുപുത്രിയാ, ആർക്കും ഉണ്ടായതാ, എൻ്റെ ആങ്ങളെ മേടിച്ച് വളർത്തിയതാ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് തന്നെ നമ്മുടെ കല്യാണം നടക്കണം. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് തന്നെ കല്യാണം നടത്താനാ, വീട്ടിൽ അച്ഛനോട് അമ്മനും പണ്ടില്ല, പിന്നെ ഇതെന്താണിത് അവന്ന് പറഞ്ഞാൽ പറയില്ല, ഇന്ന് തന്നെ കെട്ടണം അല്ലെ ശരിയാവൂല. പുള്ളിക്ക് എങ്ങനെയും കല്യാണം കഴിക്കണം, ഞാനും കല്യാണം കഴിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി, വാശി തീർക്കാൻ. എൻ്റെ മോളെ കൊല്ലും അവർ, നമ്മുടെ ചിന്ത മൊത്തം അവർ കൊല്ലുമെന്നാ. പക്ഷെ എനിക്ക് അവർ കൊല്ലുമെന്നല്ലായിരുന്നു, എന്നെ ഇറക്കി വിട്ട വീടാ പച്ചപ്പാതിരാത്രി. ഞാൻ ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സീനാ. വളർത്തു മകളാണ്, അനാഥയാണ്. അപ്പം ആര് കെട്ടും? ഒരാണുങ്ങൾ കെട്ടണമെങ്കിൽ അവർക്ക് സ്വർണം വേണം, പണം വേണം. ഇനി അനാഥയാണെങ്കിൽ ഇത് പണവുമില്ല, വീടില്ല, ഒന്നുമില്ല, സ്വത്തില്ല, ഒന്നുമില്ല. വയസ്സായ അച്ഛനമ്മനെയും നോക്കണം, എന്നെയും നോക്കണം. കൃഷ്ണനും യേശു ഒക്കെ ഇരിപ്പുണ്ടല്ലോ, എല്ലാവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് കിടക്കരുത്, മനസ്സിങ്ങനെ പറയുന്നു കിടക്കരുത്, വീട് വീഴുന്നു. ഒരു 5 മണി ഒരു കണക്കിന് ആക്കിയെടുത്ത്. ചൂട വീണപ്പോൾ ഞങ്ങളെന്ന് നോക്കിയപ്പോഴേ വീട് വീണിറങ്ങും. അയാൾ കണ്ടാ ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം വീണിരുന്നെങ്കിൽ നമ്മൾ 3 പേരും മരിച്ചു പോയാനില്ലേ. അതാണ് എൻ്റെ മനസ്സ് പറഞ്ഞ് കിടക്കരുത്. ചേച്ചിക്ക് കല്യാണപ്രായമായപ്പോഴേ ഈ പിന്നെ സ്വത്ത് പോവാതിരിക്കാൻ ഈ അമ്മാവന്മാരുടെ മക്കളെ കൊണ്ട് കെട്ടി, ഈ ചുറ്റു കുഞ്ഞമ്മ പുറകെ കിടന്ന അച്ഛൻ്റെ ഇളയനെ കൊണ്ട് കെട്ടിക്കണം. കുഞ്ഞമ്മ ഈ മറ്റേ ആദ്യം കൊല്ലാൻ നോക്കിയ കുഞ്ഞമ്മ ഇളയനെ കൊണ്ട് കെട്ടിക്കണം. അന്ന് ഞങ്ങളെ ഇറക്കി വിട്ടില്ലേ രാത്രി, അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ പോയി നിന്നല്ലോ. അമ്മയുടെ വീട്ടിൽ നിർത്തിയില്ല, അമ്മായി പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ, രാത്രി ഒന്നും കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇളയ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പോ അമ്മായി പറഞ്ഞു, മണിയമ്മായി ഇവിടെ നിന്നോ, എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിന്നു, ഇവിടെ ഉള്ളതിൽ തിന്ന് ഇവിടെ കിടക്കാം. അങ്ങനെ 1 മാസം അമ്മായി അമ്മാവനും എന്നെ ഞങ്ങളവിടെ നിർത്തി. ഉള്ളത് കാലത്തൊക്കെ ഞങ്ങൾ കിടന്ന് തപ്പാന, ഈ അമ്മയൊക്കെ തപ്പാനൊക്കെ പോകും, ഞാനും പോകും. എനിക്കൊന്നും കിട്ടില്ല, ചുമ്മാ വെള്ളത്തിൽ കിടന്നിങ്ങനെ പതക്കാനൊക്കെ പോവും. അങ്ങനെ കിടന്ന് അങ്ങനെ 1 മാസം അവിടെ കിടന്നു. അപ്പം അതുകൊണ്ട് ആണ് ഈ വിവാഹം കഴിക്കാൻ ഞാൻ കഴിക്കണ്ട. കാരണം വളർത്തു മകളാണ്, അനാഥയാണ്. അപ്പം ആര് കെട്ടും? ഒരാണുങ്ങൾ കെട്ടണമെങ്കിൽ അവർക്ക് സ്വർണം വേണം, പണം വേണം. ഇനി അനാഥയാണെങ്കിൽ ഇത് പണവുമില്ല, വീടില്ല, ഒന്നുമില്ല, സ്വത്തില്ല, ഒന്നുമില്ല. വയസ്സായ അച്ഛനമ്മനെയും നോക്കണം, എന്നെയും നോക്കണം. അപ്പോൾ ഒരു വീട്ടുകാർ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ടല്ല 5 വർഷം സ്നേഹിച്ച അവൻ പോയത്. കുറേ കരഞ്ഞു, പിന്നെ അത് എന്താ കരയണം? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കെട്ടിയിട്ട് അവസാനം ചതിച്ചതാണ്. ചതിച്ച ഒരാൾക്ക് വേണ്ടി ഞാൻ കരയണം എന്തിനാ? അങ്ങനെ ഒരു മൈൻഡ് വന്നു. അപ്പോഴാണ് ഇത് വന്നത്, പെണ്ണ് കാണാൻ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, പിന്നെ ഇനി ആരും ഇല്ലല്ലോ, കാത്തിരിക്കാൻ ആരുമില്ല, കാത്തിരിക്കുന്ന പറയാൻ ആരുമില്ല. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിധിയായിരുന്നു, തലയിട്ടാട്ടി. അപ്പം ഞാൻ പറഞ്ഞേ എൻ്റെ വീട് ഓലപ്പുരയൊക്കെയാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീട്ടിൽ വെച്ച് നടത്താനായിട്ടും പറ്റൂല, വീടൊന്നും കെട്ടാനുള്ള പണമില്ല, പിന്നെ സ്വർണ്ണങ്ങളില്ല. ഒരു മണവാട്ടിയായിട്ട് പന്തലിൽ നിന്ന് കിട്ടണമെങ്കിൽ സ്വർണ്ണമൊക്കെ വേണം, രജിസ്റ്റർ ചെയ്യാം. ഞാൻ പറയുന്നു സമ്മതമാണെങ്കിൽ, ചേട്ടന് സമ്മതമാണെങ്കിൽ ചെയ്യാം, എനിക്കും അതാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം അച്ഛനും അമ്മനെയും വന്ന് കണ്ട് സംസാരിക്കും എന്ന് പറഞ്ഞു. ശരി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പോന്നു. ഇവരപ്പം തന്നെ പോയി, മറ്റേ പള്ളിയിൽ പോകാൻ വേണ്ടി ഇവർ പോയി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിലേക്കും പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്ന് കണ്ട് ഒരാഴ്ച കഴിഞ്ഞേക്കുമ്പോൾ തന്നെ വീട് വീണു. അപ്പം ഞാൻ അന്ന് ഭയങ്കര മഴയാണ് ആ സമയത്ത്, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അപ്പം എനിക്ക് ടെൻഷനാണ് ഇങ്ങനെ പണിക്കൊക്കെ പോകുമ്പോൾ. ദൈവമേ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ല, അച്ഛനും അമ്മയും വീടെങ്ങാനും വീണാൽ അങ്ങനൊരു ടെൻഷനാണ്. അന്നെന്ന് പറഞ്ഞ് മുറം പോലെയൊക്കെ ഉണ്ട് വെച്ചാൽ ഈ ഇങ്ങനെ വലിയ മരമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഓലയും തീ കത്തിക്കാനൊക്കെ വെക്കുന്ന, നമുക്ക് കത്തിക്കണ സാധനമൊക്കെ. അപ്പൊ അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോ അപ്പൊ ഭയങ്കര ടെൻഷനായിരുന്നു. ജീവിതം കുഞ്ഞിലെ ടെൻഷനാണ്. 12 വയസ്സ് വരെ ഓലപ്പരയിലാണ്. അപ്പൊ എനിക്കറിയാം, നമ്മളെ ചെടി വെക്കുക ഇതൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അത് ചേച്ചി പറയുമ്പോ ഞാനൊക്കെ അതാലോചിക്കുന്നു. മറ്റേ അവിടെ ഒരു കഴിക്കോലുണ്ടാവുമല്ലോ, മച്ചല്ലോ പുകപ്പര, അതായത് പുകയിടുന്നതിന് വേണ്ടി പുളി ഉണക്കാനോ ഉണക്കമീൻ വെക്കാനോ ഒക്കെ അതുണ്ടാവും. പിന്നെ ഞങ്ങൾ കിടക്കണോടത്തുണ്ട്, കാരണം പായൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി. അപ്പൊ ഇതും അച്ഛനെപ്പോഴും പണിയില്ലാത്ത വന്ന് കിടക്കും, അമ്മേനെ അടുക്കളയിലിരിക്കും. അപ്പം ഇത് രണ്ടും മൊത്തം വീഴുമ്പോൾ അച്ഛനും അമ്മ അതിൻ്റെ ഉള്ളിലാവുമല്ലോ. അപ്പം ആ ഒരു ടെൻഷനാണ്. എനിക്ക് വല്ലോണം വൈകുന്നേരം ആയാൽ മതി, വീട്ടിൽ ചെന്നാൽ മതി, അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പോൾ ഒരു ദിവസം ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കിടക്കാനൊക്കെ മുന്നേ അപ്പം എപ്പോഴും ഉണ്ട് ആ ശീലം, വൈകിട്ടും രാവിലെയും പ്രാർത്ഥിക്കും. വൈകിട്ട് കിടക്കണേക്ക് മുമ്പ് പ്രാർത്ഥിക്കാനിരുന്ന് കൃഷ്ണനും യേശു ഒക്കെ ഇരിപ്പുണ്ടല്ലോ, എല്ലാവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് കിടക്കരുത്, മനസ്സിങ്ങനെ പറയുന്നു കിടക്കരുത്, വീട് വീഴുന്നു. അപ്പോൾ അച്ഛൻ കിടന്ന്, അമ്മ നോക്കിയപ്പോൾ പെരയൊക്കെ അടിച്ച് തൂത്ത് പായൊക്കെ ഇടുന്നു. കിടക്കാൻ പറ്റില്ല, എനിക്ക് എന്താ ഇന്ന് വീട് വീഴും. മോള് എന്താണ് പറഞ്ഞാൽ വീടൊന്നും വീഴില്ല, ദൈവമുണ്ട്, അവർ കാത്തോളും. ഇല്ല ദൈവമോ പറയണത് കിടക്കണ്ട, കിടത്തൂലെന്ന് പറഞ്ഞു.
ഞാൻ പിന്നെ കരച്ചിലായി. അപ്പോൾ എൻ്റെ കരച്ചിലുണ്ടപ്പോൾ അച്ഛൻ എഴുന്നേറ്റിരുന്നു. ഞാൻ പറഞ്ഞു എത്രയും വേഗം ഇറങ്ങും, എത്രയും വേഗം ഒന്ന് ഇറങ്ങണം എന്ന് എൻ്റെ മനസ്സ് പറയണം, ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പായൊക്കെ തെറുത്തെടുത്ത് അച്ഛൻ്റെയും പായ തെറുത്തെടുത്ത് പുറത്തിറങ്ങി നിൽക്കുന്നു. അപ്പം മില്ലുണ്ടല്ലോ അച്ഛൻ്റെയൊക്കെ, അപ്പം മൊത്തം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. മിഷ്യനൊക്കെ ആണല്ലോ, അതിൽ ഇത്തിരി ചകിരി വെക്കാനൊരു ചെറിയ ചായ്പ പോലെയുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ചകിരിയുണ്ട്, ബാക്കിയാണ് അത് ചോരയാണ്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാം, വളഞ്ഞൂടി, ബാക്കി ആർക്കും കിടക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛനും അമ്മ അവിടെ ഇരുന്ന്, അച്ഛൻ ഇതിൻ്റെ മുകളിൽ ചകിരിയുടെ മുകളിലിരുന്ന്, അമ്മ അവിടെ ഒരു ചെറിയൊരു പലകട കഷ്ണിട്ട് അമ്മയിരുന്ന്, ഇച്ചിരി സ്ഥലത്ത് എന്നെയും കിടത്തി. പക്ഷെ ഉറങ്ങുന്നില്ല, ഇങ്ങനെ കിടക്കുന്നു. കാറ്റും മഴയും ഇടിമിന്നലും ഇടിവെട്ടും ഒരു 5 മണി ഒരു കണക്കിന് ആക്കിയെടുത്ത്. ചൂള വീണപ്പോൾ ഞങ്ങളെന്ന് നോക്കിയപ്പോഴേ വീട് വീണ് ഇറങ്ങും. അപ്പോൾ കണ്ട ഇപ്പം എങ്ങനെയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നോക്കിയാണ്. അപ്പോൾ ഒരു നിലാവെട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം വീണിരുന്നെങ്കിൽ നമ്മൾ 3 പേരും മരിച്ചു പോയാനില്ലേ. അതാണ് എൻ്റെ മനസ്സ് പറഞ്ഞ് കിടക്കരുതെന്ന് ദൈവമാണ് ആ പറഞ്ഞത്. അപ്പം ഞാൻ ഈ 5ാം ക്ലാസ്സിൽ മുതൽ എൻ്റെ മനസ്സാണ് പറഞ്ഞത് ഞാൻ കേൾക്കണത്. ആര് പറഞ്ഞാലും ഞാനത് കേൾക്കും. പക്ഷെ ഞാൻ അവസാന തീരുമാനം ഞാൻ എന്നോട് തന്നെ ചോദിക്കും. ഒരാളെന്നെ വേദനിപ്പിച്ചാലും ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കും. പോട്ടെ, സാരമില്ല കേട്ടോ, അതൊക്കെ ശരിയാ, അന്ന് വിട്ടളഞ്ഞിരുന്നു പറയും. ഇപ്പം മോൻ പറയണൊരു കാര്യം അതല്ല എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ അംഗീകരിക്കണമല്ലോ മോനെ സന്തോഷിപ്പിക്കാൻ. അംഗീകരിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പറയണു മോനെ എങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇല്ല വെച്ചാൽ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നടക്കുന്നത് ചിലപ്പം ഞാൻ പറഞ്ഞതായിരിക്കും. അപ്പം മോൻ പറയണു പിന്നെ ചേച്ചി പറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇത് അങ്ങനെയാണ് നമുക്ക് തോന്നിയതായിരിക്കും. അപ്പം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തും. പക്ഷെ വെറുതെ അവരുടെ വായിലിരിക്കണം ഞാൻ വഴക്ക് കേട്ട് എന്ന് പറയും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഞാൻ ഒന്നും കാണുമല്ലോ, ചെവി കേൾക്കും. അപ്പം ഞാൻ എന്നോട് തന്നെ പറയും പോട്ടെ സാരമില്ല, ഞാൻ പിണങ്ങിയല്ലേ, ഇട്ട് കളഞ്ഞാൽ. കല്യാണം എങ്ങനെയാണ് നടത്തിയത്? അത് കഴിഞ്ഞ് അച്ഛൻ്റെ പെങ്ങക്കടെ വീട്ടിലോട്ട് പോയി, ഈ പറഞ്ഞ പെങ്ങക്കടെ വീട്ടിലോട്ട്. അപ്പം അതിക്കുമ്പോൾ ഇളയ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് എപ്പോഴും വരലും പറയലും ഒക്കെ ആയിരുന്നു. അമ്മ പറഞ്ഞ് സമ്മതിക്കൂല, അത് ശരിയാവൂല, എൻ്റെ മോളെ കൊല്ലും അവർ. അമ്മയുടെ ചിന്ത മൊത്തം അവർ കൊല്ലുമെന്നാണ്. പക്ഷെ എനിക്ക് അവർ കൊല്ലുമെന്നല്ലായിരുന്നു. എന്നെ ഇറക്കി വിട്ട വീടാ പച്ചപ്പാതിരാത്രി. ഞാനും അമ്മയും കൂടി രാത്രിക്ക് ഇറങ്ങി വന്ന അത് വാവിട്ട് കരയാണ് ഞാനും അമ്മയും കൂടി. ഒരു മനുഷ്യനുണ്ടാ, ഒരു മനുഷ്യനില്ല. അതാ നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ എനിക്കത് മറക്കാൻ പറ്റാത്തൊരു സീനാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ സ്നേഹമായെങ്കിലും പോകും വരവൊക്കെ ഉണ്ടെങ്കിലും എനിക്കും അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മനസ്സിലായോ? കൊച്ചു മനസ്സിനെ ഏറ്റവും മുറിവാണത്. തീർച്ചയായും. അപ്പം ആ ഒരു വീട്ടിലേക്ക് ഒരു മണവാട്ടിയായി കയറി ചെല്ലുന്നതും അല്ലാതെ വല്ലപ്പോഴും കയറി ചെല്ലാണ് വ്യത്യാസം. തീർച്ചയായും തീർച്ചയായും നല്ല വ്യത്യാസം. അതുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൻ എനിക്കിഷ്ടമാണ്, ഒരു ആങ്ങളനെ പോലെ. ഞാൻ വേറൊരു മൈൻഡിൽ കണ്ടിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചാണ്. പക്ഷേ ഇത് അമ്മനെ അച്ഛൻ തല്ലാൻ ചെല്ലുകയും വേണ്ട, അമ്മനെ വഴക്കിടാൻ വേണ്ട, എനിക്കിഷ്ടമല്ല. കാരണം അന്ന് കുഞ്ഞമ്മ ഞങ്ങളെ ഇറക്കി വിട്ട് അച്ഛൻ ചോരയെ കുളിച്ച് ഇറങ്ങി പുഴ നീന്തി പോയപ്പോൾ ഓടി വന്ന് എവിടെയെന്ന് ചോദിച്ച് ഞങ്ങൾ മാതൻ്റെ മറയിൽ ഒളിച്ചിരുന്ന്. അവിടെ നിന്ന് കുഞ്ഞമ്മ വന്ന് ബഹളം വെച്ചപ്പോൾ അവിടെ നിന്ന് മറ്റേ മൂത്രപ്പര ഓല കിട്ടിയ പരയല്ലോ, അവിടെ പോയി ഒളിച്ചിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ പോക്കിക്കൊണ്ടുവന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറക്കിച്ചതാണ്. അടിച്ചതിനകത്തുനിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഇനി അത് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. പിന്നെ അച്ഛന് ഉറപ്പായി, വിഷമമുണ്ടായി. കാരണം ഒപ്പ പാവുമായിരുന്നു, അച്ഛനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു, എന്നോടും ഭയങ്കര സ്നേഹമൊക്കെ. അപ്പം അതായിരുന്നു ആ കാരണം. അത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ അതങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് അത്. അപ്പം ഇവർക്ക് വീട് വീണ് അവിടെ ചെന്നപ്പോൾ ഈ ഓപ്പയുടെയും ഭാര്യയുടെയും 2 മക്കളുടെയും കൂടെയാണ് ഞങ്ങൾ നിന്നത്. കുഞ്ഞമ്മ തൊട്ട് മുറ്റത്ത് തന്നെയുള്ള വീട്ടിൽ മൂത്ത മോൻ്റെയും ചേച്ചിയുടെ മക്കളുടെ കൂടെ കുഞ്ഞമ്മ ഒരു മുറ്റത്ത് തന്നെ 2 വീട്. അങ്ങനെ 1 മാസം നിന്ന് അയണേക്കുമ്പോൾ തന്നെ ഞങ്ങൾ ജോലിക്ക് അവിടെ നിന്നാണ് പോണത്. അപ്പം ഈ പെണ്ണ് ഒരാഴ്ചക്കുള്ളിൽ വീട് വീണല്ലോ. അപ്പം അച്ഛനോടും അമ്മനെയും കണ്ടിട്ടില്ലല്ലോ, എന്നെ പെണ്ണ് കാണാൻ വന്ന ആള്. അപ്പം ഓപ്പ പറഞ്ഞ് അവരുടെ വീട് വീണിട്ട് ഇങ്ങനെ മാട്ടുമേലാണ് ഇന്നോടത്താന്നുകൊണ്ട് അവർ മാട്ടം വെച്ചത്. അപ്പം ഞാൻ ജോലി സ്ഥലത്താണ്. ചെന്ന് കണ്ടപ്പോൾ അങ്ങനെ ഓപ്പ പറഞ്ഞ് അങ്ങനെ പെണ്ണ് കാണാൻ വന്ന ചെക്കനാണ്, ലാജുവിനെ കെട്ടാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് അങ്ങനെ എന്താണ്. അപ്പം അച്ഛനമ്മനെയും കണ്ട് സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിമാരൊക്കെ കൂടി നാരങ്ങളൊക്കെ കലക്കി കൊടുത്ത് ഇച്ചിരി പലഹാരമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ നേരത്ത് കുഞ്ഞമ്മ വന്നിരുന്നു, ഇതാണല്ലേ ചെക്കൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി. എന്താണ് ചെക്കൻ വീട്ടിലൊക്കെ അറിഞ്ഞിട്ടാണോ, എല്ലാ കാര്യം അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ ആങ്ങളുടെ വളർത്തുമോളാ, ദത്തുപുത്രിയാ, ആർക്കും ഉണ്ടായതാ, എൻ്റെ ആങ്ങളെ മേടിച്ച് വളർത്തിയതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് ഓപ്പനെ നോക്കി. കാരണം ഇതെല്ലാം അറിയാമല്ലോ. ഇവരെന്താ ഇങ്ങനെ പറയണം, അതും സ്വന്തക്കാരല്ലേ, അങ്ങനെ പറയാൻ പാടുള്ളൂ. ചേച്ചിമാരൊന്നും പറഞ്ഞില്ല. കല്യാണം നടത്തുന്ന അപ്പോൾ ഒഴിഞ്ഞു പോണെങ്കിൽ പോട്ടെ
എൻ്റെ മോനെ കെട്ടിയില്ലല്ലോ, അപ്പോൾ കല്യാണം വേണ്ട എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പുള്ളി കഴിച്ചില്ല, കുടിച്ചില്ല. അപ്പോൾ അവർ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഞങ്ങളിപ്പോൾ കുടിച്ചാണെന്ന് പറഞ്ഞു. പിന്നെ ഒപ്പം കുടിച്ച്, ആരും മോശമല്ലേന്ന് ഓർത്ത് നാരങ്ങളിൽ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് അച്ഛനോടും അമ്മനോടും പറഞ്ഞ് നമുക്കിങ്ങനെ രജിസ്റ്റർ ചെയ്യാം, വീടൊക്കെ റെഡിയായി വരുമ്പോൾ നമുക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ചേച്ചിമാർ രണ്ടും കൂടി കൂടിയൊക്കെയാണ്, എടീ ചെക്കൻ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഞാൻ ഓർത്ത് അത് പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ പറഞ്ഞ്, എല്ലാം അറിഞ്ഞിട്ട് വേണമല്ലോ ആ പെണ്ണ് കാണാനും കെട്ടാനും. ഒളിച്ചു വെച്ചിട്ട് പിന്നെ ഒളിച്ചു വെച്ചെന്ന് പറയില്ല. അപ്പം അതറിയാം. എന്നാലും ആ ചെക്കൻ്റെ മുഖം പെട്ടെന്ന് മാറി. ഈ അമ്മ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് ഈ ചേട്ടന്മാരുടെ ഭാര്യമാർ പറഞ്ഞു. ഞാൻ ആ സാരമില്ല എന്ന് പറഞ്ഞു. അവരും അതിനെന്ത് വിഷമമായിട്ടുണ്ടാവുമെന്നാവും എന്ന് ഇവർ പാവങ്ങളാണ്, കുഴപ്പമില്ല, സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് അങ്ങോട്ട് പോയി. പിന്നെ വീട് വെക്കണമല്ലോ, ഓലപ്പരയാണെങ്കിൽ വെക്കണമല്ലോ, പൈസ ഇല്ല, എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അധികം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർ. 750 രൂപയേ ഉള്ളൂ ശമ്പളം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഈ LDF-കാരോട് പറഞ്ഞു, പാർട്ടിക്കാരോട്, എനിക്കൊന്ന് വീടൊന്ന് ആക്കണം, ഇത്തിരി സഹായം എന്തെങ്കിലും നിങ്ങളെല്ലാവരും കൂടി ചെയ്യണമെങ്കിൽ അതൊന്ന് കെട്ടിയിട്ട് വരാനാണ്. മോക്കൊരു കല്യാണാലോചനയും വന്നിട്ടുണ്ടായി. ഇവരാരും ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ. അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും പ്രതീക്ഷിക്കേണ്ട അച്ഛൻ, അതൊന്നും കിട്ടുമൊന്നുമില്ല എന്ന് പറഞ്ഞു. മുതലാളിനോട് വെച്ചിട്ട് മുതലാളിയുടെ അടുത്തും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ കുറച്ച് പേര് വന്ന് അച്ഛൻ്റെ കയ്യിൽ 1000 രൂപ കൊടുത്തു. ആ പാർട്ടിയും കൂടെ അല്ലാതെ പ്രഭാര ഇത് 1000 രൂപയുണ്ട്, പോരെന്നല്ല പറയണം, ഒരു ചെറിയ കൂരെങ്കിലും വെച്ച് കെട്ടി നിങ്ങൾ ഇങ്ങോട്ട് വാ, മോൾക്ക് കല്യാണക്കാരൊക്കെ വന്നേക്കണല്ലേ, അപ്പം അത് ചെയ്യണ്ടേ എന്നൊരു മനുഷ്യത്വം കാണിച്ച്. അങ്ങനെ അച്ഛൻ പിന്നെ ഒരാളെ കൂടി വിളിച്ച് കെട്ടി മറച്ച്, ഉള്ളിലൊന്നും ചെയ്തില്ല, മണ്ണ് തന്നെ. ഞങ്ങൾക്ക് എത്രയും പേര് അവിടെ നിന്ന് പോകാനാ എന്നുള്ളൊരു ചിന്ത. കാരണം നിന്നപ്പോൾ അവിടെയും ഒരു അങ്ങനെ വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. അന്ന് അച്ഛൻ മീനൊക്കെ മേടിച്ചു കൊടുക്കും, അരിയൊക്കെ മേടിച്ചു കൊടുക്കും, പച്ചക്കറിയൊക്കെ മേടിക്കും തിന്നാനുള്ളത്. പക്ഷെ എന്നാലും ഒരു വീട്ടിൽ നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ അവരുടെ മുഖത്തിന് മാറ്റം വരും. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇതായി കഴിഞ്ഞപ്പോക്കും ഇതേപോലെ പണിയും കഴിഞ്ഞ ഒരു ദിവസം വന്നപ്പോൾ ഈ പുള്ളിയുടെ അച്ഛൻ വന്നു ബാംഗ്ലൂരിൽ നിന്ന് പെണ്ണ് കാണാൻ. അപ്പം ഒരു 7:30 കഴിഞ്ഞ സമയം വന്നിട്ടാണെങ്കിൽ അന്ന് ലൈറ്റില്ലല്ലോ. അപ്പോൾ ഈ വിളക്കെടുത്തിട്ട് അച്ഛനിങ്ങനെ, അപ്പോൾ ഒരു ബെഞ്ചുണ്ടായിരുന്നു, അഞ്ചിലിരിക്കുന്ന ഒരു അറ്റത്ത് വിളക്കും, ഞാനിങ്ങനെ നിൽക്കുന്നു. ഈ വിളക്കെടുത്തിട്ട് ഇങ്ങനെ നോക്കി, പെണ്ണ് കൊള്ളാം എന്ന് അച്ഛൻ അപ്പം തന്നെ പറഞ്ഞു. പിന്നത്തേക്ക് പറഞ്ഞില്ല, പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. വെച്ച് ഇപ്പോൾ ചായ എന്തെങ്കിലും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ കുടിച്ചിട്ടൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങിയിട്ടോ. ഓപ്പയും ഈ ഹസ്ബൻഡും അച്ഛനും കൂടി പോയി കഴിഞ്ഞ് പിന്നെ ഒരു വിവരവും ഇല്ല. പിന്നെ നമുക്കറിയില്ലല്ലോ, പിന്നെ ഈ വിരലിലൂടെ റിസൾട്ട് അറിയുള്ളൂ. അപ്പം ചിലപ്പോൾ പിറ്റേ ദിവസം പണിക്ക് പോയി. ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കാണുകയാണ്, എന്ത് എന്നെ ഒഴിവാക്കി പുള്ളി. പിറ്റേ ദിവസം ചെടുക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടി പുള്ളി എന്നെ ഒഴിവാക്കി കേട്ടോ, വേണ്ടാന്ന് വെച്ച് കേട്ടോ. നീ എങ്ങനെ അറിഞ്ഞു? അന്നേ ഫോൺ പോലും ഇല്ല, സമയം STD ബുത്തൊക്കെ അല്ലേ, നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. പോടി നിൻ്റെ മനസ്സും നീയും കൊണ്ട് ഈ സോളി എന്നെ വഴക്കിട്ട്. പക്ഷേ പിറ്റേ ദിവസം വന്നിരിക്കുന്നു പുള്ളി. വന്നിട്ട് സോളി അപ്പോൾ പറവൂർ സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ ദേ ചേട്ടൻ നിൽക്കണം എൻ്റെ ഉള്ളു പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ചെന്ന്, എന്തായി? അതെനിക്ക് പുള്ളിക്കാരത്തിയായിട്ട് കുറച്ച് സംസാരിക്കണം, സോളി പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല, എത്തിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എത്തിച്ചേക്കാം, ഇപ്പം തന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ സമയം. അപ്പോൾ ഞാൻ ചോദിച്ച്, ഞാൻ അങ്ങോട്ട് ചോദിച്ച്, മറ്റേ ആരെങ്കിലും ഒഴിവാക്കിയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്താണ്? ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, എനിക്കിങ്ങനെ കാണാനുള്ളൊരിതുണ്ട്, TV സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ കാണും. അപ്പം പുള്ളി ചിരിച്ച് പറഞ്ഞേ, അതെ ഇന്ന് തന്നെ നമ്മുടെ കല്യാണം നടക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനൊരു ചുരിദാറാണ് ഇട്ടാണ്, ഒരു ചന്ദനക്കുള്ള ചുരിദാർ, ഇന്ന് തന്നെ കല്യാണം നടത്താനാ, വീട്ടിൽ അച്ഛനോട് അമ്മനും പണ്ടില്ല, പിന്നെ ഇതെന്താണിത്, അതൊന്നും പറഞ്ഞാൽ പറയില്ല, ഇന്ന് തന്നെ കെട്ടണം, അല്ല ശരിയാവൂല എന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൊണ്ട് പറവൂർ ജ്വല്ലറി പോയി. ഒരു പവൻ്റെ സ്വർണ്ണം, അന്നൊക്കെ 3000 ചില്ലാനുള്ളൂ സ്വർണ്ണത്തിന്. ഒരു പവൻ്റെ സ്വർണ്ണം മാലയും വാങ്ങിച്ച്, 1 ഗ്രാമിൻ്റെ താലിയും വാങ്ങിച്ച് ഇറങ്ങി. കുത്തിക്കെട്ട് നിന്നാണ് ജ്വല്ലറി ഉറപ്പിച്ചത്. അപ്പം വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാലോ, കുറേ പറഞ്ഞിട്ടും പറ്റുന്നില്ല. പുള്ളിക്കാണ് ഇന്ന് തന്നെ കെട്ടിയേ പറ്റും. അങ്ങനെ മൂകാംബി അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. അപ്പം ഞാൻ പുറത്ത് തന്നെ നിന്ന് അവിടെ ചെന്ന് താലി കെട്ടി. പുള്ളി അകത്ത് പോയി പൂജിച്ച് താലിയൊക്കെ പൂജിച്ച് കൊണ്ടുവന്നു, താലി കെട്ടി കൊണ്ടുപോന്നു. കുറേ ലഡുവും അതും ഇതൊക്കെ മേടിച്ച് ജോലി സ്ഥലത്ത് നിന്നപ്പോൾ അവൾ ചാടി ഇങ്ങനെ നിൽക്കണം.
ഇതെന്താണത്? അയ്യോ, ഞാൻ അച്ഛനോനും അമ്മനോട് എന്ത് പറയും? ഇതെന്താണെന്ന് നിങ്ങൾ കാണിച്ചത് കൊണ്ട് കുറേ വഴക്കിട്ടിട്ടെ. അതെന്ന് കെട്ടിയില്ലെങ്കിൽ അത് ശരിയാവൂലെന്നാ പറയുന്നത്. അതെന്താടി? എനിക്കറിഞ്ഞൂടാ. പുള്ളി പിടിച്ചാൽ കെട്ടി എന്ന് പറഞ്ഞു. പിന്നെ അപ്പം തന്നെ എല്ലാവരും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഇനി പണിക്കിരിക്കേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി. അവിടെ അമ്പലത്തിൽ ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് കറങ്ങി ഊണൊക്കെ കഴിച്ച് തിരിച്ച് വൈകുന്നേരം അവരങ്ങനെ വീട്ടിൽ ചെല്ലും. വൈകുന്നേരം അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനമ്മയും വായും പിടിച്ചിരിക്കുന്നത്. എന്താണത്? എനിക്കറിഞ്ഞൂടെ. എന്നോട് ഇന്ന് കെട്ടണമെന്ന് പറഞ്ഞ് കെട്ടിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അവിടെ വള്ളംകളി നടക്കും. പറവൂർ വള്ളംകളി നടക്കും. വള്ളംകളിയിൽ ഇവർ കല്യാണം ഉറപ്പിച്ചത് പറയാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തു. അതായത് ഇന്ന ഡേറ്റിന് പറവൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ഈ ഓപ്പയുടെ സ്കൂട്ടറിന് ഹരീഷ് എന്ന ഹസ്ബൻഡിൻ്റെ പേര് പുള്ളിയും കൂടി വരുന്ന സമയത്ത് ഈ വള്ളം കളഞ്ഞ് കഴിഞ്ഞുകൊണ്ട് നിൽക്കണ ഞങ്ങളുടെ നാട്ടുകാർ കുറച്ച് കുടിച്ചൊക്കെ നിൽക്കണമായിരുന്നു. ഇതാരാണ്? എന്താണ്? അപ്പോൾ പെണ്ണ് കാണാൻ. ഏതാനാണ്? ഇവരാരാണ്? ഇവൻ ആ പെണ്ണിനെ കല്യാണം വെച്ചിട്ട് വല്ലയിടത്തും കൊണ്ടുപോയി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ കൂടിയ സെറ്റുകൾ വണ്ടി തട്ടി. അപ്പോൾ അന്നത്തെ ചേതക്കിൻ്റെ വണ്ടിയാണ്. തട്ടിങ്ങനെ ഇട്ടതോടുകൂടി ഈ ഇത് മറിഞ്ഞിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ബോക്സ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഐസ്ക്രീം സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ വീട്ടിലേക്ക് ഓപ്പയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അവരൊക്കെ പറയും എനിക്ക് തരാൻ വേണ്ടി വന്നാൽ വേണ്ടി ഈ കിറ്റ് അപ്പൊടി തന്നെ അവരെടുത്തുകൊണ്ട് പോയി. ഇവിടെ പറ്റൂല തോന്നുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കുറച്ച് പേര്. അപ്പോൾ കുറേ പേര് എല്ലാവരും കൂടി വീട്ടിലിട്ട് വന്നേക്കണം. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി ജാതകം ഇവർ പേടിച്ച് ഈ പുള്ളിക്കാരനൊക്കെ പിടിച്ച് തല്ലി പ്രശ്നമായിപ്പോയി. അപ്പോൾ അച്ഛൻ വൈകുന്നേരം അങ്ങോട്ട് വന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ അച്ഛനിങ്ങനെ വീട്ടിൽ കൊണ്ടുപോലും നിൽക്കണത് എന്താ സംഭവം എന്നറിയാത്ത പോലെ. അവനെല്ലാവരും കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവരോട് ചൂടായി. ഞാൻ പറയാം എന്നെ പെണ്ണ് കാണാൻ വന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ കെട്ടാൻ പോണതിൻ്റെ കാര്യം പറയാൻ വന്നതിന് നിങ്ങളെന്തിനാണ് അവരെ പിടിച്ചതല്ലത്? ഞാൻ ന്യായമല്ല ചോദിച്ചത്. അതങ്ങനെ ശരിയാവണം. ഞങ്ങളറിയാതെ കല്യാണം നിങ്ങളറിയാതെ കല്യാണം നടക്കൂല. അപ്പം കുടിച്ച് നിൽക്കണവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ അതേപോലെ പോയി. പിന്നീട് അവർക്ക് ബോധം വന്നു. പിറ്റേ ദിവസമായപ്പോൾ അവന് കുറേ ചേച്ചിമാരെ കൂടി പറഞ്ഞു, എടാ നിങ്ങൾ ആരെങ്കിലും ഒരു ജീവിതം കൊടുക്കുക. ഇനി ആരെങ്കിലും വന്ന് കെട്ടിയാൽ ഒരു ജീവിതം കൊടുക്കട്ടെ. അത് ഒന്നിനുമില്ല, അവരും ഒന്നുമില്ല, നമ്മളും ഒന്നിനുമില്ല, നമ്മളെല്ലാം സഹകരിക്കേണ്ടവരല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ബോധം വന്നത്. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് ഈ പറഞ്ഞ എല്ലാവരും കൂടി വിളിച്ച് വരുത്തി ഒരു ദിവസം എല്ലാവരുടെ മുമ്പിലൊന്ന് സോറി പറഞ്ഞു. ഈ പുള്ളിനോട് അറിയാതെയാണ് ക്ഷമിക്കണം പറഞ്ഞാൽ പിന്നെ അളിയാന്ന് വിളിയായി. ചേട്ടൻ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലായിരുന്നോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കെട്ടിയത്. പുള്ളി ബാംഗ്ലൂർ പോയി. പുള്ളി ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചിരുന്നു ബാംഗ്ലൂര്. അപ്പം ഇത് അച്ഛനമ്മക്കും ഡാഡിക്കും മമ്മിക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കെട്ടണമെന്നും പറഞ്ഞ് അവിടെ വാശി പിടിച്ചപ്പോൾ അതൊന്നും മറക്കാൻ വേണ്ടി ഇവർ എറണാകുളത്തേക്ക് വിട്ടതാ. ഇളയച്ചൻ്റെ വീട്ടിലേക്ക് വിട്ടതാ. അപ്പം അങ്ങനെ ആണ് ഈ മുടി വെട്ടാൻ ചെന്ന് ഈ ഓപ്പനെ പരിചയപ്പെട്ട് കൂട്ടായത്. അപ്പം അവിടുന്ന് കൂട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞേ, അതേ ഇന്നാളുടെ കല്യാണം കഴിഞ്ഞു, അത് കാമുകിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇതായി എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവള് സ്ട്രോങ് പ്രണയം കാത്തിരിക്കേണ്ട എന്നോട് പോലും പറയാതെ കല്യാണം കഴിച്ചു. അന്ന് എനിക്ക് കല്യാണം കഴിക്കണം. അപ്പോൾ ഡാഡിയും മമ്മിയും പറഞ്ഞ് അവക്കടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ വാശിപ്പുറത്ത് അവന് പെണ്ണ് നോക്കി. അപ്പോൾ ഒരു അനാഥയാണെന്നോട് സഹതാപം. ഒരു പെണ്ണായാൽ പോരെ. ചേട്ടൻ നല്ല കാശുള്ള വീട്ടിലായിരുന്നല്ലേ? അവർ തറക്കില്ലാത്ത ഫാമിലി. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയില്ല? ബാംഗ്ലൂർക്ക് പോയി? ബാംഗ്ലൂർക്ക് ഒന്നും പോയൊന്നുമില്ല. തൃശ്ശൂരാണ് തറവാടൊക്കെ. അവിടെയൊക്കെ പോയി. അപ്പൊ ഇപ്പൊ ചേർത്തലേ താമസിക്കുന്നേ? അത് വീടൊക്കെ ഞങ്ങൾക്ക് വിറ്റ് ഓൾറെഡി. പറവൂരത്തെ വീട് വിറ്റിട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോഴായിരുന്നോ വിറ്റേ? അച്ഛൻ മരിച്ചു. മോളിന് കുഞ്ഞായപ്പോ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ഞാൻ ഇപ്പൊ അമ്മ മരിച്ചിട്ട് 10 വർഷം. അമ്മ മരിച്ചിട്ട് അപ്പൊ വീട്ടിന്റെ അവിടെ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ വീട് വിൽക്കേണ്ടി വന്നു. ജപ്തി വന്നു. സൊസൈറ്റിയിൽ ജപ്തി വന്നു. വീട് പണിത് ചെറിയൊരു വാർക്ക വീട് പണിത് കിട്ടും. അപ്പൊ അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞല്ലോ പറയട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവരും സന്തോഷമായി. നാട്ടുകാരൊക്കെ സന്തോഷമായി. അടുത്ത വീട്ടുകാരൊക്കെ വിളിച്ച് വിരുന്ന് പോലെയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചായയൊക്കെ തന്നു. അങ്ങനെയൊക്കെ പിന്നെ ആർക്കും കുഴപ്പമില്ല. ഞാൻ ഡെയിലി പണിക്കും. പുള്ളിക്ക് കോഴിക്കടയിലൊക്കെ പുള്ളി പോകും. അങ്ങനെ പിന്നെ 5 മാസമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. 5 മാസം അല്ല, ജനുവരി 11 കല്യാണം കഴിഞ്ഞു. ഫെബ്രുവരിയിൽ എനിക്ക് പീരീഡ്സ് ആയില്ല. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്കറിയില്ലല്ലോ, നമ്മൾക്ക് അന്ന് എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ. ഞാൻ പുള്ളിനോട് അന്നും പെണ്ണാണെന്ന് ഇപ്പോൾ എത്ര വയസ്സായി? 24 വയസ്സെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പിന്നീട് കല്യാണം ആയപ്പോഴാണ് എന്നേലും 1/2 വയസ്സിന് ഇളയതാ പുള്ളി. നമ്മൾ അറിയണില്ല. പുള്ളി അങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് എങ്ങനെ കല്യാണം കഴിക്കണം, ഞാനും കല്യാണം കഴിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി, വാശി തീർക്കാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ഞാനും ജോലിക്കൊക്കെ പോയി. 5 മാസമായി കഴിഞ്ഞപ്പോഴും എനിക്ക് പണിക്ക് പോകാൻ പറ്റാതായി. പുള്ളിക്ക് പുള്ളിയുടെ ബിസിനസ്സൊക്കെ ഇതായി. അങ്ങനെ മൊത്തം ഡള്ളായി മൊത്തം. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അച്ഛനും പണിയില്ലല്ലോ, വയസ്സായില്ലേ. ഇപ്പം എങ്ങനെ ആവും, എങ്ങനെ ജീവിക്കും? പാപ്പം തിന്നണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, വാടകയ്ക്ക് സൈക്കിളൊക്കെ കിട്ടുമല്ലോ, നമുക്കൊരു വാടകയ്ക്ക് സൈക്കിളെടുത്താൽ കുറച്ച് ദിവസം അച്ഛൻ കൊണ്ടുപോയി മീനെടുത്ത് മാർക്കറ്റിൽ. അച്ഛൻ പോയി മീനെടുത്ത് ചെറിയ ബക്കറ്റിൽ എന്നിട്ട് ആ പരിസരത്തൊക്കെ കൊടുത്തിട്ട്, അച്ഛന് അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ, പ്രായമായില്ലേ, പറ്റുന്നില്ല. അപ്പോൾ പുള്ളീനോട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റുമോ? അപ്പോൾ സൈക്കിളിൽ ഉറലച്ച് പുള്ളി പോകും. പക്ഷെ വരുന്നത് 5 മണിക്ക് 6 മണിക്കൊക്കെ. ഇത് സ്ഥലമൊന്നും അറിയില്ലല്ലോ. അങ്ങോട്ട് പോയി തിരിഞ്ഞു കറിഞ്ഞ് വരുമ്പോൾ വേറെ സ്ഥലം. ഇത് നമ്മളെപ്പോലെ അങ്ങനെ മലയാളം അധികം അങ്ങനെ ഇതില്ല. അവർ കന്നഡ ഇവിടെയൊക്കെ വന്നാലും ഇംഗ്ലീഷൊക്കെയാണ് പുള്ളി അധികം സംസാരിക്കണം. പിന്നെ ഈ ചേട്ടനോടൊക്കെ മലയാളമെങ്കിലും പറയുമെങ്കിലും ഒരാളെ കണ്ടിട്ട് അങ്ങനെ പോകാൻ അങ്ങനെയൊന്നും വടക്കോട്ട് പടിഞ്ഞാട്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണല്ലോ ഇവിടെ മൊത്തം ഇങ്ങനെ ഈ ദിശയാണല്ലോ മൊത്തം പറയുന്നത്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയണം, അല്ലാതെ വടക്ക് തെക്കെന്ന് പറഞ്ഞ് ഇപ്പോഴും പുള്ളിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പുള്ളി വരുമ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പോവാം എന്ന് പറയും. അങ്ങനെ പിന്നെ ഞാൻ 5 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ മീൻ കച്ചവടത്തിന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി പറവൂർ മാർക്കറ്റിൽ പോയി മീനെടുത്തിട്ട് ഓരോ വീടുകളിൽ കൊണ്ടുവന്ന് വിറ്റ് 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 1 കിലോ അരി, 50 പഞ്ചസാര, 50 വെളിച്ചെണ്ണ, 2 പൊതി വീടി അച്ഛനും പുളിക്കും അതൊക്കെ ഇങ്ങനെ മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം അമ്മ അത് വെച്ച് 2 മണിക്ക് 3 മണിക്കൊക്കെ ഫുഡ് കഴിക്കും. അങ്ങനെ 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 കുറേ അങ്ങനെ പോയി. പിന്നെ പോകാൻ പറ്റാതെ വയറൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ പോകാൻ പറ്റില്ല. പുള്ളിക്ക് പണിയുമില്ല, വേറെ അത് പണിക്കും പോകില്ല. കൂട്ടുകൂടിയൊക്കെ ഇങ്ങനെ നടക്കും, ഫുട്ബോളൊക്കെ കളിച്ച് ക്രിക്കറ്റ് കളിച്ച്. പക്വത ഇല്ലല്ലോ, 23 നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഡാഡി വല്ലപ്പോഴും പൈസയൊക്കെ അയച്ചു കൊടുക്കും. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സൂപ്പർവൈസറായിരുന്നു. അപ്പം വല്ലപ്പോഴൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഒത്തിരി. ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കല്യാണം കഴിച്ച എന്തുകൊണ്ടോ മറ്റേ കാമുകി. അത് ന്യൂ ഇയറിന് പുള്ളി അവിടെ ചെന്ന് ആഘോഷിക്കാൻ. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കാത്തിരിക്കുകയാണ്. ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ പള്ളിയിൽ മനസ്സമ്മതത്തിന് പറഞ്ഞ് ഇഷ്ടമാണെന്ന് ചോദിക്കുമല്ലോ അച്ഛൻ, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പെൺകുട്ടി. അപ്പോൾ അതിൻ്റെ അച്ഛൻ ഇറക്കി വിട്ട് ഇനി വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി നിന്ന് പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂട്ടുകാരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഡാഡി മമ്മി ഇവരോട് പറഞ്ഞൊപ്പിച്ച് ഇങ്ങനെ പറയണം, അവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ ഒരു വാശിക്ക് അപ്പം കണ്ടുമുട്ടി. അങ്ങനെ ഈ ആൻറ്റിയുടെ അടുത്ത് നിന്ന് പുള്ളി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വരാൻ തയ്യാറാണ്, എനിക്ക് വന്നെ, ഞാൻ കാത്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് അയ്യോ പുള്ളി ആകെ വിട്ടു, ഇവിടെ വാക്ക് കൊടുത്തേക്കല്ലേ, ഞാനൊരു അനാഥ. എന്നാൽ പക്ഷെ പുള്ളിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ട് അത്രേ ഉള്ളൂ. പിന്നെ നാട്ടുകാരിങ്ങനെ കെട്ടുമോ ഇല്ലേ, പറ്റിക്കാനാണ്, അതെന്താണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെ അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം. കാരണം ഒരു വളർത്തുമകളല്ലേ, ആങ്ങളമാരില്ല, അങ്ങനെയാവാം. നമുക്ക് നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ വിധിയിലുള്ളതാവാം, മനസ്സിലായില്ലേ? നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ വിധിയാണല്ലോ. അപ്പം നമ്മളത് ആ ഘട്ടം കടന്ന് പോയേ പറ്റൂ. അപ്പം അങ്ങനെയാവാം. അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. പക്ഷെ പുള്ളിയെ പിടിച്ചപ്പോൾ അപ്പോൾ ഇത് ഞാനങ്ങനെ ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയണത്, കെട്ട് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഞാൻ ഈ പുള്ളിക്കാരത്തിനെ കണ്ട്, അപ്പം അതിന് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇങ്ങനെ വാക്ക് പറഞ്ഞില്ലേ, വാക്ക് തെറ്റിക്കണം ശരിയല്ല, അത് തന്നെയല്ല ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചെയ്യുന്ന ചതിയായി പോകൂലേ, അവന് പറയൂലേ നീ വാക്ക് പറഞ്ഞിട്ട് എന്താ കെട്ടാഞ്ഞെന്ന് ചോദിക്കൂലേ, നിങ്ങൾ അതിന് ഓപ്പനോട് പറഞ്ഞ് മനസ്സിലാവൂലേ, ഏതാ ഞാൻ കണ്ടുവരുന്ന ആ പെണ്ണ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ, അതിനെ എടുത്ത് പിടിച്ചെന്ന് കെട്ടേണ്ട കാര്യമുണ്ടോ, ഇതെന്താ സംഭവിക്കണമെന്ന് എൻ്റെ കല്യാണമാണെന്ന് പോലും അറിഞ്ഞില്ല ഞാൻ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നു. പിന്നെ ആരും സഹായിക്കാനില്ല. പറമ്പിൽ നിൽക്കണ ചേമ്പിൻ്റെ താളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി തരുമോ അമ്മ. വയറൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ പോകാൻ പറ്റില്ല, ഈ ഭാരം എടുക്കാൻ പറ്റില്ലല്ലോ. പറവൂർ മാർക്കറ്റിൽ വന്ന് മീനെടുത്ത് അവിടെ നിന്ന് പറവൂർ പാലം കഴിഞ്ഞ് വെള്ളകണ്ട വീടൊക്കെ കയറി സലിയപ്പൻ്റെ വീട്ടിലൊക്കെ മീൻ കൊടുക്കുമായിരുന്നു. സലിയപ്പൻ അങ്ങനെ മേടിക്കുമൊന്നുമില്ല, വല്ലപ്പോഴും മേടിക്കുള്ളൂ. പുള്ളി ഇങ്ങനെ അവർ ചിക്കോളം മേടിച്ചിട്ട് കുറേ ദിവസമൊക്കെ അന്നത്തെ സിനിമയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പിള്ളേരൊക്കെ ചന്തവും ആരോമലൊക്കെ കുഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ വല്ലപ്പോഴും. പക്ഷേ ചേച്ചിമാർ ആരെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ച് എൻ്റെ ദൈവമേ എന്നൊക്കെ ഒരു വിളിക്കുമ്പോൾ കാര്യങ്ങൾ മേടിച്ച് അത് തീർക്കും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം ഈ ചേമ്പിൻ്റെ താളൊക്കെ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാനില്ലല്ലോ, ആരുമില്ല. പിന്നെ റേഷൻ ഏരിയയിൽ കിട്ടണം അത്. പിന്നെ ചേമ്പിൻ്റെ താള് അങ്ങനെയൊക്കെ വെച്ച് പുള്ളിയും കഴിക്കും, ഞാനും കഴിക്കും, അമ്മക്കും അച്ഛനും കഴിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു.
പിന്നെ ഒരു 8-ാം മാസം ആവണപ്പോഴേക്കും പ്രസവിച്ചു. പെട്ടെന്ന് വെള്ളം പോയി. അങ്ങനെ പിന്നെ പറൂര് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിക്ക് മുമ്പ് എനിക്ക് അനക്കമില്ലാതായി കുഞ്ഞിന്. എനിക്കറിയില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനങ്ങും. അപ്പോൾ ഒരു ദിവസം ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചിനോട് ചോദിച്ചു, വെള്ളം പിടിക്കണം, അന്ന് പൈപ്പാണല്ലോ അവിടെ, അന്ന് ഇങ്ങനെ എല്ലാവരും ക്യൂ നിൽക്കണം, പടുതി അവരുടെ കഴിഞ്ഞ് എനിക്ക് അവരുടെ അങ്ങനെയാണല്ലോ. ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോൾ എന്നോട് ചോദിച്ചു ഓട്ടോമാറ്റിക്കലി വെറുതെ ചുമ്മാ, എടി അനക്കമൊക്കെ ഉണ്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് അനങ്ങിയിട്ടൊന്നുമില്ല, ഇന്നലെ രാവിലെ ഒന്ന് അനങ്ങിയായിരുന്നു, പിന്നെ ഇതുവരെ അനങ്ങിയില്ല. അയ്യോ, ഇപ്പോൾ തന്നെ ആസ്പത്രിയിൽ പോകും. ഉടനെ അച്ഛനെയും വിളിച്ച് പറഞ്ഞു വിട്ട് തന്നെ ആസ്പത്രിയിൽ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ കുട്ടിക്ക് അനക്കമില്ലല്ലോ, അപ്പോൾ തന്നെ ട്രിപ്പ് ഇടണം, ഒരു ലേഡീസ് ആരെങ്കിലും വേണം, എന്തെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛനെ കയറ്റാൻ പറ്റില്ല റേബർ റൂമിലോട്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടി തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ജോലി കിട്ടി കൊച്ചിയിൽ, പൊറോട്ട അടിക്കാനായിട്ട്. പുള്ളി പുള്ളിയും വീട്ടിലില്ല. അന്ന് ഫോണൊന്നുമില്ലല്ലോ വിളിച്ച് പറയാൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ഒരു ചുറ്റട അമ്മയുടെ അനിയത്തിൻ്റെ ഒരു മോൾ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ വിട്ടില്ല. വേണ്ട പോകണ്ടെന്നുണ്ട്, രാത്രിയല്ലേ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് അമ്മക്കാണെങ്കിൽ പ്രായമായില്ലേ, അമ്മനെ കൊണ്ടുപോയാൽ ശരിയാവില്ല, നമുക്ക് വയ്യാത്തതാണ്. അപ്പം ഞാൻ അച്ഛനും കൂടി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞാൽ പൈസയും ഇല്ല. അങ്ങനെ ഞാൻ അപ്പുറത്തൊരു ചേച്ചനോട് ബേബി ചേച്ചി, എൻ്റെ ഇപ്പുറത്ത് സത്യൻ ചേട്ടൻ ദേവി ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, ശൈല ചേച്ചി, അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പലിശക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു 250 രൂപ മേടിച്ച് പലിശ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ച്, പലിശ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു, നീ കിട്ടുമ്പോൾ തന്നായി എന്ന് പറഞ്ഞ് ഇതും കൊണ്ട് ഞങ്ങൾ പറൂർ ആസ്പത്രിയിൽ ചെന്ന് ട്രിപ്പിട്ട് കിടത്തിയിട്ടാണെങ്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് മൂത്രമൊഴിക്കണം. അന്ന് ഈ സിസ്റ്റർമാരെ ആരെങ്കിലും ഒന്നും നമ്മളൊന്ന് കൊണ്ടുപോകണ്ടേ, ആരും ഇല്ലല്ലോ കൂടെ. ഇവർ പറഞ്ഞ് ആരും ഇല്ലാതെ എങ്ങനെ മൂത്രമൊഴിക്കാൻ പലയിടത്തും വീഴും അവിടെ കിടക്കുന്നു. എൻ്റെ വയറെനിക്ക് അങ്ങോട്ട് ഇപ്പോൾ പൊട്ടൊന്നും അതുകൊണ്ട് പാരാത്രി എന്തുമായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ലൈജു പറഞ്ഞിട്ട് 2 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്തുള്ള പ്രഭ ചേച്ചിയുണ്ട്, പിന്നെ ഗോപിച്ചേട്ടൻ്റെ പെണ്ണുണ്ട്. ഈ ചേച്ചിയും കൂടി വന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ്. പ്രഭ ചേച്ചിയല്ല, ശ്രീദേവി ചേച്ചി. ചാടി എഴുന്നേറ്റ് ചേച്ചി എനിക്ക് മുള്ളാം, ഇതാണ് ആദ്യം പറഞ്ഞത്. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, എനിക്ക് എഴുന്നേക്കാനും പറ്റില്ല, ഒന്നിനും പറ്റണില്ല. നീ വാ എന്നും പറഞ്ഞിട്ട് 2 പേരോട് അപ്പുറം പിടിച്ച് ചെന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് വന്നപ്പോൾ സമാധാനമായി. കുറേ മൂത്രം പോയി. അപ്പോൾ അവർ ചോദിച്ചു, ഇത്രയും നേരമായിട്ട് ആ പെങ്കുച്ചിനൊന്നും മൂത്രം ഒഴിക്കാൻ പോകും, നിങ്ങൾ എന്ത് സിസ്റ്റർമാരാണ് എന്ന് ഓമൻ ചേച്ചി ചോദിച്ചു. അപ്പം അത് പിന്നെ എങ്ങനെയാണ്, ആരുമില്ല, നിങ്ങൾക്ക് ആ വാതിൽക്കലൊന്നും നിൽക്കായിരുന്നില്ല, ആ പെങ്കുച്ച് അത്രയും കഷ്ടപ്പെട്ട് പോയില്ല, ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും വേണ്ടേന്ന് പറഞ്ഞിട്ട് ഇവർ ചൂടായി. പിന്നെ ഒരു കണക്കിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്നാൽ, എടീ കിടന്നിട്ട് ഉറക്കം വല്ല, നിൻ്റെ മുഖം വരുന്നു മനസ്സിൽ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റില്ല. അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ അപ്പുറത്ത് ശ്രീദേവി ചേച്ചിയുടെ വീട്ടിലെ ലൈറ്റ്, അത് നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും ചേട്ടനും പുറത്ത് കിടക്കുകയാണ്. അപ്പം ഗോപിച്ചേട്ടനൊക്കെ പ്രാജുവിൻ്റെയൊക്കെ അമ്മ, ചേട്ടാ നമുക്കൊന്ന് പോകാം, അവൾ ഒറ്റക്കല്ലേ, ചേട്ടന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പോകാം, നീ റെഡിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവർ ശ്രീദേവി ചേച്ചിയൊക്കെ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഞങ്ങളൊന്ന് അവൾക്കടുത്ത് പോകണം, അവൾ ഒറ്റക്കല്ലേ, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വാ ഞങ്ങൾ മുന്നുണ്ട്, ഞാൻ വരാം, നീ പൊടിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ആ ചേട്ടൻ വിട്ടു. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ നടന്ന് പറവൂർ ആസ്പത്രി വരെയും വന്നു. അപ്പോൾ ദൈവം അവിടെ ഒരുക്കിയില്ലേ ചേച്ചി. അത് നേരെ മറിച്ച് നമ്മളല്ലെങ്കിൽ എന്ത് ചെയ്താനേ, ഞാനിങ്ങനെ വിഷമിക്കാണ്, ദൈവമേ ഒന്ന് മൂത്രം ഒഴിക്കണം. ട്രിപ്പും കൂടി കയറുമ്പോൾ ഈ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റണില്ല. അപ്പം ഇവരെന്നെ പിടിച്ചിറക്കി, വലിയ കാട്ട സാധനം, ഇതൊന്നും ഇറങ്ങണ്ടേ, ഇവരതൊക്കെ ഇറക്കി. അപ്പം ഇതൊക്കെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെള്ളം പോയത് വെള്ളം പോയി. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മൂത്രമൊഴിക്കണമല്ലോ, എനിക്കറിയില്ലല്ലോ, കൊച്ചല്ലേ. അപ്പം ഞാൻ അമ്മയെ അതേ ഇങ്ങനെ അയ്യോ ഇതായാലും കൊണ്ട് അപ്പം തന്നെ അച്ഛനെ വീട്ടിൽ ഈ ചേച്ചിമാരൊക്കെ തന്നെ വിളിച്ച് അവരൊക്കെ വന്നു. എങ്ങോട്ടൊന്നൊക്കെ പോയി ഒരു കാറൊക്കെ വിളിച്ചുകൊണ്ട് വന്ന്, അന്നൊക്കെ അംബാസിഡർ കാറൊക്കെ ഉണ്ടല്ലോ, എവിടെ നിന്നിട്ടോ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അതൊരു ഓട്ടോണ് കൊണ്ടുവന്നത്. ഓട്ടോ കൊണ്ടുവന്ന് കയറാൻ പറ്റുന്നവരൊക്കെ കയറി. അതിനകത്ത് രോഗിയായി എനിക്കിരിക്കാൻ സ്ഥലമില്ല. നാട്ടുകാരൻ അത്ര സ്നേഹമാണ് കേട്ടാ. നമ്മൾ വഴക്കിട്ട് തല്ലൊക്കെ പിടിച്ചാലും ഒരാവശ്യം വരുമ്പോൾ കാക്ക പോലെ എല്ലാവരും എത്തും. അതാണ് എൻ്റെ നാട്ടുകാരെ എനിക്ക് മറക്കാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? അത്ര നിഷ്കളങ്കര. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അമ്മാളും അമ്മ കണ്ടില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ CM-ൻ്റെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയെന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്.
മറ്റേ വി.ഡി. സതീശൻ. CM ഇട്ടാണ്ട് പേര് അമ്മാളുവാമ. അമ്മാളുവാമ എല്ലാവരോടും സ്നേഹമല്ലേ, ഇതേപോലെ ഞങ്ങളുടെ നാട്ടുകാരും. ഞങ്ങളുടെ പുയ്യപ്പള്ളി, ചുറ്റാറ്റുകര, മാട്ടുമ്മ, പെരുമ്പടന്ന, കല്ലേറ, ചെറായി, നീണ്ടൂരി, പട്ടണംകാല, പുനമംകാല എന്ന് പറഞ്ഞാൽ ആ ഏരിയ മൊത്തം, പെരുമ്പടന്ന മൊത്തം എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. തല്ലൊക്കെ പിടിക്കും, പക്ഷെ ഒരു ആവശ്യം വന്നാൽ ഈ തല്ല് പിടിച്ചവരും പറഞ്ഞവരൊക്കെ ഇതെവിടെ പോയിന്ന് ഓർക്കും. അങ്ങനെയുള്ള മൈൻഡൊന്നും ആർക്കും ഇല്ല. ഇപ്പം നമ്മൾ കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുതരും. പക്ഷെ അന്നൊക്കെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ തലവരയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ പട്ടിണി അറിയണം.